இந்த பாரு இந்த ஊருக்கு ஒரே ஒரு களி அதுதான் பேட்மிண்டன். இந்த பேட்மிண்டனில் ஜெயிச்சவன் புறம்போக்கு. புறம்போக்குண்டா இந்த நாட்டிലെ பெரிய ராஜா. ராஜாவோட ஒரே ஒரு മകൻ இந்த ബാഡ്മിന്റണിലെ ഹീറോ. കുണ്ടി ചെരിഞ്ഞു നിൽക്കുന്നു. ചാച്ച കാണിച്ചതാണ് രാജാവിലെ ഏറ്റവും താഴെയുള്ള മകൻ. ഇത് രണ്ടാമത്തെ മകൻ 10. അതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. കണ്ട ജനത്തെ കളിക്കാറില്ല. എനിക്ക് തിരിച്ചു തരില്ലേ നീ വേറെ സ്റ്റേജ് ഇനി നിങ്ങളുടെ ടിവി ചൈനീസിലും. Cameraman black up. ഇപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കുക എല്ലാവരും മൂന്നാൾക്ക്. ക്യാമറക്കാരൻ നോക്കിയെടുത്തിട്ടാ നോക്കിയാ കണ്ണ് പൊടിക്കും. അടുത്ത പരിപാടി സ്വരലയം. നിങ്ങളിപ്പോൾ കാണുന്ന വെബ്സൈറ്റിലുള്ള ഈ മൾട്ടിമീഡിയ ബാഡ്മിന്റൺ ഇവിടെ നടക്കാൻ പാടില്ലാത്തതാണ്. എന്നാലും ഇവിടെ നടന്നു. എന്തുകൊണ്ടെന്നോ ആ ചുവപ്പ് ബട്ടണിൽ അമർത്തിയപ്പോൾ ഈ കഥ തിരക്കഥയായി മാറി എന്നാണ് സംവിധായകന്റെ പ്രതിഭാസം. ഈ പ്രതിഭാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇവർ കാണിച്ച സാമൂഹിക പരിഗണനയിൽ നിന്നും കിട്ടിയ ഒരു ഔഷധ ചെടിയാണ് ഈ ബാഡ്മിന്റൺ. ഈ ബാഡ്മിന്റണിലൂടെ കുറെ പേർ കളിക്കുന്നു. ഈ കളിയിൽ ഒരു വിജയി അല്ലെങ്കിൽ ഒരു ടീം ജയിക്കുന്നു. ജയിച്ച ടീമിന് കപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഓക്കെ, നിങ്ങളിപ്പോൾ കാണുന്ന ഈ ക്യാമറ പിടിക്കുന്നയാൾ ശാന്തൻ മകൻ പ്രശാന്തൻ സംഗീതൻ. റോൾ ബാക്കപ്പ് ബാക്കപ്പ്. എന്താണ്ടാവേ നെക്സ്റ്റ് ടീം ആരാണ് ഇറങ്ങുന്നത്? ഇപ്പത്തെ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. വണ്ടി കൊടുക്കലാ പോകാൻ എന്റെ മോട്ടിക്കന്റെ കഴുത. ഇന്നത്തെ കാലാവസ്ഥ വളരെയധികം മൂടിലാണ്. കാരണം കാലാവസ്ഥയുടെ മൂഡ് പീസായി പറഞ്ഞല്ലേ. ഇന്നത്തെ കാലാവസ്ഥ ഭയങ്കര മൂഡിലാണ്. കാരണം കാലാവസ്ഥയുടെ മൂഡ് കരിഞ്ഞുപോയി. ഇന്നത്തെ മഴയിലെ നിരീക്ഷണത്തിൽ 23 സെന്റിമീറ്റർ മഴ പെയ്തിരുന്നു. കാരണം ഇന്ന് കാർമേഘമ അടച്ചു നിൽക്കുന്നു.
കാരണം കാർമേഘത്തിൽ നിന്ന് ഫുൾ ടിവി. തോറ്റവരുടെ അഭിപ്രായം എല്ലാവരുടെയും ടോട്ടൽ അഭിപ്രായം പ്ലീസ്. തോറ്റവരുടെ അഭിപ്രായം. ഞങ്ങൾ നല്ല രീതിയിൽ ജയിച്ച് പൊട്ടി. നല്ല ഷോട്ടാണ് ഞങ്ങൾ കിട്ടിയത്. ആ സാറിനോട് ചോദിച്ചാൽ മതി എല്ലാം പറഞ്ഞു. പൊട്ടിയവരുടെ അഭിപ്രായം എന്തായിരുന്നു? ഞങ്ങളുടെ ടീമിൽ ഒരു അന്തരുണ്ടായിരുന്നു. ആ പയ്യനൊക്കെ കളഞ്ഞിരിക്കുന്നു. സർവ് ചെയ്തതൊക്കെ ഇങ്ങനെ തോന്നിട്ടത് അപ്പോൾ ബാറ്റുമ്പോൾ തട്ടി പോകുന്നു. അത് കാരണം ഞങ്ങൾ പൊട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. സാറിലുമില്ല, അടുത്ത പ്രാവശ്യം നോക്കാം. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അടുത്ത കളി 6:10 അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.